ഭ്രമയുഗം സ്റ്റേറ്റ് വിടുന്നു. ഇനി കളി ഇന്റർനാഷണൽ. ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി ചിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് ചാനൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര തിളക്കത്തിന് പിന്നാലെ രാജ്യാന്തര വേദിയിലും അംഗീകാരം നേടാൻ ഭ്രമയുഗം. ലോസ് ആഞ്ചൽസിലെ പ്രശസ്തമായ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അക്കാദമി മ്യൂസിയത്തിന്റെ വേർ ദി ഫോറസ്റ്റ് മീറ്റ്സ് ദി സീ എന്ന ചലച്ചിത്ര വിഭാഗത്തിലായിരിക്കും ചിത്രം പ്രദർശിപ്പിക്കുക. ഈ വിഭാഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച ഏക ഇന്ത്യൻ സിനിമ എന്ന ഖ്യാതിയും ഇതോടൊപ്പം ഭ്രമയുഗത്തിന് സ്വന്തമാണ്. അതായത് ഈ പറയുന്ന ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാനായിട്ട് ആകെ ഇന്ത്യയിൽ നിന്ന് സ്വീകരിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രവേശനം ലഭിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് അത് മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയാണ്. നിങ്ങളെല്ലാവരും പറയുന്ന മോഹൻലാൽ വെൽ ഡിസേർവിംഗ് ആണ് ഈ പറയുന്ന അവാർഡ് കിട്ടാനായിട്ട്, അതായത് ഫാൽക്കെ അവാർഡ് കിട്ടാനായിട്ട് എന്ന് പറയപ്പെടുമ്പോഴും നമ്മുടെ മമ്മൂക്കയ്ക്ക്